ഹലോ ഓൾ. മാത്യു അർണോൾഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. മാത്യു അർണോൾഡ് റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞ് വന്നിട്ടുള്ള മോഡേൺ പീരീഡിൽ ഉള്ളൊരു ക്രിട്ടിക്കാണ്. ഓക്കെ, റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു വിക്ടോറിയൻ പീരീഡ് എന്ന് പറയും. വിക്ടോറിയൻ പീരീഡിലുള്ള ഒരു ക്രിട്ടിക്കാണ്. വിക്ടോറിയൻ പീരീഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൊമാൻറ്റിസിസം ഒരുപാട് സബ്ജക്റ്റിവിറ്റി, നേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടാണ് വിക്ടോറിയൻ പീരീഡിൽ കാര്യങ്ങൾ നടന്നത്. വിക്ടോറിയൻ പീരീഡിൽ കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് ലൂസ് ആയിട്ടുള്ള റൂൾസ് ഇല്ലാത്ത അവസ്ഥയൊക്കെ മാറി കുറെ കൂടെ റൂൾസ് വന്നു, കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയി, കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് വന്നു. ക്ലാസിക്കൽ ആയിട്ടുള്ള പഴയ വർക്കുകളുടെ സ്റ്റൈലിൽ പുതിയ വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ റൊമാൻറ്റിക്സ് ഭയങ്കര ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പോലത്തെ ഒരു ആളുകളായിരുന്നു. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയറായി മാറി. അങ്ങനെ ഉള്ള കാലഘട്ടത്തിലുള്ളൊരു റൈറ്ററാണ് നമ്മുടെ മാത്യു അർണോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ. മാത്യു അർണോൾഡിന്റെ ഒരു ലിറ്ററി വർക്കും ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുള്ള മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്യു അർണോൾഡ്, he was son of Thomas Arnold, a renowned headmaster in rugby school. He joined rugby as a teacher of classics after completing degree at Oxford. Arnold began working as an inspector of schools, which gave him an opportunity to travel throughout England as well as interest in education, with the later stood in good stead for his literary endeavors. മാത്യു അർണോൾഡിന്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു, പ്രിൻസിപ്പൾ ആയിരുന്നു സ്കൂളിന്റെ. അപ്പോൾ ഇയാളും അതുപോലത്തെ ഒരു പാതയിൽ തന്നെയാണ് പിന്നെ ഫോളോ ചെയ്തത്. ഇയാൾ അപ്പോയിന്റ് ചെയ്തത് സ്കൂൾ ഇൻസ്പെക്ടർ ആയിട്ടാണ്, അതായത് സ്കൂളിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഇൻസ്പെക്ടർ ആയിട്ടാണ് പിന്നെ ഇവർ വർക്ക് ചെയ്തത്. പിന്നെ ഇവര് വേറെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജ് പ്രൊഫസർ ആയിട്ടുണ്ട്, ടീച്ചർ ആയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അയാൾ ഓക്സ്ഫോർഡിൽ പ്രൊഫസർ ആയിരുന്നു. എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് എ പ്രൊഫസർ ഓഫ് പോയട്രി അറ്റ് ഓക്സ്ഫോർഡ്. ആ ടൈമിലാണ് ഇവർ മോസ്റ്റ് ഓഫ് ദ എസ്സേസ് എഴുതിയിട്ടുള്ളത്. ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, എസ്സേസ് ഇൻ ക്രിറ്റിസം, കൾച്ചർ ആൻഡ് അനാർക്കി, ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്ന് തോന്നുന്നുണ്ട്. കൾച്ചർ ആൻഡ് അനാർക്കിയുടെ ഒരു ഭാഗം. ഓക്കെ, സോ ഇതെല്ലാമാണ് ആളുടെ മെയിൻ കോൺട്രിബ്യൂഷൻ. ദെൻ ഹീസ് ടേംഡ് ഫസ്റ്റ് സീരിയസ് ക്രിട്ടിക് ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ കഴിഞ്ഞതിന് ശേഷം, അതായത് കാലങ്ങൾ മുന്നേ ഉള്ള കാര്യം പറയണം കേട്ടോ. അരിസ്റ്റോട്ടിൽ കഴിഞ്ഞതിന് ശേഷം ആ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്ലാസിക്കൽ വർക്കുകൾ എഴുതിയിട്ടുള്ള റൈറ്റർ മാത്യു അർണോൾഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹി ലേഡ് ഡൗൺ ജനറൽ റൂൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് മോഡേൺ ആയിട്ടുള്ള റൂൾസ് ഇയാൾ കൊണ്ടുവന്നു. മാത്യു അർണോൾഡ് ഈസ് ജനറലി കാൾഡ് ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഓഫ് വെസ്റ്റേൺ വേൾഡ്. മോഡേൺ ആയിട്ടുള്ള കാലഘട്ടത്തിലെ ആദ്യത്തെ പ്രോപ്പർ ക്രിട്ടിക് എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഇയാൾക്കാണ്. കാരണം ഇയാളാണ് കറക്റ്റ് ഒരു റൂൾസ് റെഗുലേഷൻസ് ക്ലാസിക്കൽ വർക്കിന്റെ സ്റ്റൈലിൽ വെച്ചിട്ട് ഫോളോ ചെയ്തത്. ഓക്കെ, it was he who made use of methods of comparative analysis and sociological criticism in critical creed. He attached great value to the art of criticism. He believed that critic has a duty to the society. അവരാണ് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ലിറ്ററേച്ചർ കൊണ്ടുവന്നത്. അതായത് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുക, ഒരു ലിറ്റററി വർക്കിനെ വേറെ ലിറ്റററി വെച്ചിട്ട് വർക്കായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് വർക്കിനെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ കമ്പയർ ചെയ്യുക. അതിനോട് എത്രത്തോളം സാമ്യമാണ് ഈ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാരിസൺ. അതുപോലെ തന്നെ എന്താണ്, ക്രിറ്റിസിസത്തിന് ഒരുപാട് വാല്യൂ കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കിന് സൊസൈറ്റിയിൽ എന്താ പറയുക ഒരു റോൾ ഉണ്ട്. പോയറ്റിനുള്ള റോള് പോലെ തന്നെ ക്രിട്ടിക്കിനും റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലാസിസിസം, അതാണ് ഇവർ അഡ്വക്കേറ്റ് ചെയ്ത തിയറി. അരിസ്റ്റോട്ടിലും പ്ലാറ്റോ ഒക്കെ അഡ്വക്കേറ്റ് ചെയ്ത തിയറിയാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചറുകൾ. അതായത് റൂളുകൾ നിറഞ്ഞ ലിറ്ററേച്ചർ, പെർഫെക്ഷൻ നിറഞ്ഞ ലിറ്ററേച്ചർ, ഒരു പ്രത്യേക ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈലിൽ എഴുതുന്ന റൂളുകളുള്ള ലിറ്ററേച്ചറാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പോയട്രി അറ്റ് ഓഫ് ഹിസ് ടൈം ആസ് വെൽ ആസ് ദാറ്റ് ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. Contemporary poetry is no criticism of life, which he thought was the function of poetry. ഓക്കെ, സോ ഇയാൾക്ക് റൊമാൻറ്റിക് പോയറ്റ്സിനും റൊമാൻറ്റിക് പോയട്രിയുടെ സ്റ്റൈലും ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലായിരുന്നു, ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പോയട്രി ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പോലെ, ഒരു റൂള് റെഗുലേഷനും ഇല്ലാതെ ആളുകൾക്ക് തോന്നിയത് തലയിൽ തോന്നിയതൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു ഇതായിട്ട് ഇയാള് ഫീൽ ചെയ്തപ്പോഴാണ് ഇയാള് ഈ ഒരു സ്റ്റൈല് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, then his concept of nature and function of poetry very closely affiliated with the deep moorings on classical philosophy of art and literature. He firmly believed that spirits of human shall find its consolation and refuge in poetry, as other all means to sail. So what humanity needs is best poetry.
മനുഷ്യന്മാരുടെ സ്പിരിറ്റ് നല്ല പോയട്രിയിൽ അറ്റാച്ച്ഡ് ആണെന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യരുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോയട്രിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. സോ നല്ല പോയട്രി ഡെലിവർ ചെയ്യുക എന്നുള്ളത് ഒരാളുടെ എഴുത്തുകാരന്റെ മെയിൻ ഡ്യൂട്ടിയാണ്. ടു ഡിസ്കവർ ദാറ്റ് പോയട്രി, ക്രിട്ടിക്സ് ആൻഡ് റീഡേഴ്സ് ഷുഡ് ഹാവ് എ ക്ലിയറർ ആൻഡ് ഡീപ്പർ സെൻസ് ഓഫ് ദ ബെസ്റ്റ് ഇൻ പോയട്രി. The best poetry cannot be discovered by the flawed historical or personal estimate of critics. A poet is touchstone method of comparing the poetry in front of others. Few lines of the poet is a real classic of his or work belong to the classic of the very best. Arnold firmly believed that the end of criticism was to enable the reader to feel and enjoy the true classics in poetry. So best poetry discover ചെയ്യുക. Okay, best poetry നമുക്ക് ഹിസ്റ്ററിയിലും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും അല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയും. നമുക്കത് പഠിക്കാനുണ്ട്, വരുന്നുണ്ട് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഓക്കെ, സോ മാത്യു അർണോൾഡ് എന്താ പറയുക, ഉറച്ച് വിശ്വസിച്ച ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. റീഡർ എന്താണ്, ഷുഡ് ഫീൽ ആൻഡ് എൻജോയ് ട്രൂ ക്ലാസിക് ഇൻ പോയട്രി. ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്കുകളെ ഭംഗി റീഡേഴ്സ് എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് ഇയാൾ ക്ലാസിസിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, അരിസ്റ്റോട്ടിൽ, ഹോമർ, ഓവിഡ്, വെർജിൽ, മറ്റേ ലോഞ്ചിനസ്, ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ സ്റ്റൈല് മോഡേൺ ആയിട്ടുള്ള ആളുകളും അറിയണം. അതായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. ഇനി ഇയാളൊരു ഭയങ്കര കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരുന്നു. വിക്ടോറിയൻ പീരീഡിൽ ഭയങ്കരമായിട്ട് ആളുകൾ അവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു. അതായത് അതിന് മുന്നുള്ള പീരീഡിലൊന്നും ഈ ആളുകൾ കൾച്ചർ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ വിക്ടോറിയൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആളുകൾ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് കുടുംബത്തിന്റെ രീതി, ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ ഭയങ്കര റൂൾസും റെഗുലേഷനും ഫോളോ ചെയ്തിരുന്നായിരുന്നു. സോ അർണോൾഡ് ആ കാലത്ത് ജീവിച്ചാറില്ല. ഓക്കെ, അർണോൾഡ് ഗേവ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ടു കൾച്ചർ which only could, according to him, find a remedy for the abject materialism of Victorian era. ആ ടൈമിൽ വിക്ടോറിയൻ എറയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു കൾച്ചർ. സോ ഇയാളുടെ വർക്കിൽ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. എസ്സേസ് ഇൻ കൾച്ചർ ആൻഡ് അനാർക്കി ഡീറ്റെയിൽ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. ഇൻ ഇറ്റ് ഹി ഡിഫൈൻസ് കൾച്ചർ ആസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. അതായത് എസ്സേസ് ഇൻ ക്രിറ്റിസിസം ആളുടെ വർക്കാണ്. അല്ലാതെ എസ്സേസ് ഇൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ ഇയാൾ പറയുന്നുണ്ട് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർഫെക്ഷൻ്റെ സ്റ്റഡിയാണ്. നമ്മൾ പറയില്ല നമ്മുടെ നാട്ടിലെ കൾച്ചർ, നമ്മുടെ നാട്ടിലെ സ്റ്റൈല്, നമ്മുടെ നാട്ടിലെ ആ ഒരു കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂളുകളാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും റൂളുകളാണ് അല്ലേ? നമ്മുടെ കൾച്ചറല്ല ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണത്, നമ്മുടെ കൾച്ചറല്ല ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണത്, നമ്മുടെ കൾച്ചറല്ല ഇതുപോലെ സംസാരിക്കണത്, എല്ലാം റൂളുകളാണ്. അപ്പൊ അർണോൾഡ് ആ റൂളുകൾ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. ഓക്കെ, Arnold classified English society into barbarians and Philistines and populate. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് സൊസൈറ്റീനെ മൂന്നായിട്ട് വേർതിരിക്കുകയാണ്. എന്നിട്ട് ആൾ പറയാണ് ബാർബേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പണിക്കാരായിട്ടുള്ള ആളുകൾ, ഫിലിസ്റ്റീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ പോപ്പിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഫോളോ ചെയ്യണ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, സോ ജസ്റ്റ് മൂന്ന് തരമാണ് എന്ന് കാണിക്കാനായിട്ട്, ഒരു കൾച്ചർ നമ്മുടെ ലോകത്തുള്ളത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടുള്ളതാണ്. അഗെയിൻസ്റ്റ് the materialistic outlook, Arnold proposes realization of culture. Culture, says Arnold, is a study of perfection. മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ കൾച്ചർ എന്താണ്, കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്തു അർണോൾഡ്. കൾച്ചർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആള് എല്ലാ വർക്കുകളിലും പ്രൊമോട്ട് ചെയ്തു. ആളുടെ ഡെഫിനേഷൻ ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ദെൻ യൂസ് ആൻഡ് ഫങ്ഷൻ ഓഫ് പോയട്രി. അർണോൾഡ് ഇനി പോയട്രിയെ കുറിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ യൂസ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്യു അർണോൾഡ് ഹാഡ് എ വെരി എക്സാൾട്ട് നോഷൻ ഓഫ് പോയട്രി. ഹി ബിലീവ് ദാറ്റ് പോയട്രി ഈസ് ദ റിലിജൻ ഓഫ് ഫ്യൂച്ചർ. ഭാവിയുടെ മതം. ഓക്കെ, ഭാവിയുടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലിജൻ ആയിരിക്കും. റിലിജൻ എന്ന് പറഞ്ഞാൽ പോയട്രി ആയിരിക്കും. ഓക്കെ, അതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റഡി ഓഫ് പോയട്രി വിത്ത് എ പ്രൊഫസി. ദ ഫ്യൂച്ചർ ഓഫ് പോയട്രി ഈസ് ഇമ്മൻസ് ബിക്കോസ് ഇൻ പോയട്രി വേർഡ്സ് വർത്തി ഓഫ് ഹൈ ഡെസ്റ്റിനീസ്. ഭാവി പോയട്രിക്ക് ഒരുപാട് ഡെസ്റ്റിനീസ് തരാനിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആള് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹി ഡെസിഗ്നേറ്റഡ് പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ലൈഫിന്റെ ക്രിറ്റിസിസം ആണ് പോയട്രി. ആളുടെ ഡെഫിനേഷൻ ആണ് കേട്ടോ പോയട്രിയുടെ. ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ഒരു മനുഷ്യൻ അയാളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിരൂപകനായി എഴുതുന്ന ഒരു വർക്കാണ് പോയട്രി എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എക്കോയിങ് വേർഡ്സ്വർത്ത്, അർണോൾഡ് ഓൾസോ തോട്ട് ദാറ്റ് സയൻസ് വുഡ് ബി incomplete without poetry. Religion and philosophy would be replaced by poetry. Poetry is a combination of thought and art where imposters and pretenders could not thrive.
വേർഡ്സ്വർത്ത് പറഞ്ഞ പോലെ തന്നെ ആളും ഒരു കാര്യം യോജിക്കുന്നുണ്ട്. അതായത് സയൻസ് പോലും എക്സിസ്റ്റ് ചെയ്യില്ല പോയട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക് സബ്ജക്റ്റ് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ ഭാവിയിൽ വരും കാലങ്ങളിൽ റിലിജിയനും ഫിലോസഫി എല്ലാം പോയട്രി റീപ്ലേസ് ചെയ്യും. പോയട്രി എന്ന് പറഞ്ഞ ആർട്ടിൽ മാത്രമാണ് ഇമ്പോസ്റ്റേഴ്സും പ്രിറ്റൻഡേഴ്സും ഉണ്ടാകാതിരിക്കുള്ളൂ. അതായത് നമ്മൾ പറയല്ലോ ഉഡായിപ്പായിട്ടുള്ള ആളുകൾ, ഫേക്ക് ആയിട്ടുള്ള ആളുകൾ, അവരൊന്നും പോയട്രിയിൽ വളരില്ല. കാരണം പോയട്രി എഴുതണമെങ്കിൽ അത്യാവശ്യം നല്ല തലയും സത്യവും അങ്ങനത്തെ കാര്യങ്ങളും വേണം. Then Arnold prescribed his famous touchstone method to find out best in poetry. Okay, അർണോൾഡ് ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴിയാണ് ബെസ്റ്റ് പോയറ്റും ബെസ്റ്റ് പോയട്രിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആള് പറഞ്ഞ ടച്ച് സ്റ്റോൺ മെത്തേഡ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ജസ്റ്റ് ഇതുവരെ ഉള്ളത് പറഞ്ഞിട്ട് ടച്ച് സ്റ്റോൺ മെത്തേഡ് നമുക്ക് പഠിച്ചാൽ മതി. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ടച്ച് സ്റ്റോൺ മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ നമ്മുടെ ഗോൾഡ് ഇല്ലേ, ഗോൾഡ് നമ്മൾ മാറ്റ് പരിശോധിക്കാനായിട്ട് പോകുമ്പോൾ, അതായത് അതിന്റെ ക്വാളിറ്റി പരിശോധിക്കാനായിട്ട് പോകുമ്പോൾ അവരൊരു കല്ലിൽ വെച്ചിട്ട് വരയ്ക്കും. നിങ്ങൾ ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ ഒരു കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക ചെയ്യുക, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ നോക്കുകയല്ല. ഒരു കല്ലിലൊന്ന് വരച്ച് നോക്കും. അപ്പോൾ ഈ ഗോൾഡിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണത്. അതിന് പറയാനാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ക്വാളിറ്റി അറിയാനായിട്ട് ഇതിനോട് ചേർത്തിട്ട് വരച്ച് നോക്കുക, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് കമ്പയർ ചെയ്യുക. ഇവിടെ പറഞ്ഞ എങ്ങനെ, അർണോൾഡ് എങ്ങനെ പറഞ്ഞ വെച്ചാൽ, ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് ആൾ പറയുന്ന കുറച്ച് പോയറ്റുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പോയംസ് ഉണ്ട്. ആ പോയംസിനെ വേറെ ഉള്ള ആളുകളുടെ പോയായിട്ട് ഇയാൾ കമ്പയർ ചെയ്യും. കമ്പാരിസൺ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു സാധനത്തെ വെച്ചിട്ടാണ് ഇയാള് ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് നടക്കാറുണ്ട്. ഒരു ഡയറക്ടർ നല്ല സിനിമ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ എല്ലാ സിനിമയും ഈ സിനിമ വെച്ചിട്ട് കമ്പയർ ചെയ്യും അല്ലേ. സോ ഇങ്ങനത്തെ മെത്തേഡിനെ പറയുന്ന പേരാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രേ ഉള്ളൂ. അർണോൾഡ് ഇൻട്രൊഡ്യൂസ് ടച്ച് സ്റ്റോൺ മെത്തേഡ് ഇൻ സ്റ്റഡി ഓഫ് പോയട്രി. സ്റ്റഡി ഓഫ് പോയട്രി പറഞ്ഞ എസ്സേയിലാണ് ആളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചാൽ, ദ ക്രിട്ടിക് കമ്പയർസ് ദം വിത്ത് ദോസ് ഓഫ് അതർ റൈറ്റേഴ്സ്. ഇൻ അർണോൾഡ്സ് വ്യൂ, ടു ഹാവ് ഓൾവേസ് ഇൻ വൺ own mind lies an expression of the great masters and apply them to a touchstone of poetry. This method of comparison with masters enable critic to evaluate true merit of poetry in front of him or her. So ഇവരുടെ എഴുതിയ ആളുകളുടെ പോയംസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള പഴയ കാലത്തെ ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ വർക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യും. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡിലുള്ളത്. ആൾ എന്നിട്ട് കുറച്ച് ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയണ്ട, അവരുടെ പേര് ഓർത്ത് വെക്കണം കേട്ടോ. ഹോമർ, ഡാൻഡെ, ജോൺ മിൽട്ടൺ, വില്യം ഷേക്സ്പിയർ, അവരൊക്കെ വെച്ചിട്ടാണ്, അവരുടെ വർക്ക് വെച്ചിട്ടൊക്കെയാണ് ഇയാൾ കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അവരുടെ രീതി. ഒരു സ്റ്റോണിൽ വേറെ ആളുകളുടെ വർക്കുകൾ വെച്ച് അരച്ചു നോക്കുക. നമ്മൾ ഗോൾഡിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ. സോ കമ്പാരിസൺ ആണ് ടച്ച് സ്റ്റോൺ മെത്തേഡിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം. Then Arnold is indebted to Greek literary critic philosopher Longinus for the idea of touchstone method and the method of comparative analysis. ടച്ച്സ്റ്റോൺ മെത്തേഡ് അർണോൾഡ് ഡിറൈവ് ചെയ്തത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുള്ള ലോഞ്ചിനസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിന്റെ ക്രിട്ടിക്കിന്റെ എഴുത്തുകാരനായിട്ടുള്ള ആളുടെ സ്റ്റൈലിൽ നിന്നാണ്. അയാളാണ് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഇയാളുടെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്താണ്, ഒരു ക്രിറ്റിസിസത്തിന്റെ ഫങ്ഷൻ എന്താണ്? ഓക്കെ, സോ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രിട്ടിക്കിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ലേഡ് ഡൗൺ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ബ്രോട്ട് ക്രിറ്റിസിസം സ്റ്റാൻഡ് ഓൺ എ സോളിഡ് ഗ്രൗണ്ട്. ദി ഇമ്പോർട്ടൻസ് ഹി അറ്റാച്ച്ഡ് ടു ക്രിറ്റിസിസം ക്യാൻ ബി സീൻ അറ്റ് റിയാക്ഷൻ ടു ദ റൊമാൻറ്റിക് സ്ട്രേഡിംഗ് ഓഫ് പുട്ടിംഗ് ക്രിയേറ്റീവ് ഫാക്കൽറ്റി അബവ് ഫാക്കൽറ്റി. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസിന് ഒരു സോളിഡ് ഗ്രൗണ്ട് കൊടുക്കുക, അതാണ് ക്രിറ്റിസിസത്തിന്റെ ഫങ്ഷൻ. ഇതേവരെ നമ്മൾ ക്രിറ്റിസിസത്തിന്റെ ഫംഗ്ഷനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ല, കാരണം അധികം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ക്രിറ്റിസിസം എന്താണെന്ന് പറയണല്ലോ. പക്ഷെ ഇയാൾ ക്രിറ്റിസിന്റെ ഫംഗ്ഷൻ പറയുന്നുണ്ട്. അതായത് ഒരു സോളിഡ് ഗ്രൗണ്ടിൽ നിന്നിട്ട് റിയാക്ഷൻ കൊടുക്കുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ഓക്കെ, പുട്ടിങ് ക്രിയേറ്റീവ് ഫാക്കൽറ്റി അബോവ് ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ഫാക്കൽറ്റി. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്കുകൾക്ക്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കൂ, അല്ലാതെ ക്രിയേറ്റീവ് ഫാക്കൽറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കല്ലേ റൊമാൻറ്റിക്സ് ചെയ്ത പോലെ. Then the task of creating true and fresh idea is the responsibility of criticism.
ക്രിറ്റിസിസത്തിന്റെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫ്രഷ് ഐഡിയാസ് എന്താണ് ക്രിയേറ്റ് ചെയ്യുക. Arnold continues in his essay to say that critical power tends to make the best ideas prevail. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഐഡിയാസ് പ്രിവെയിൽ ചെയ്യാനുള്ള കാരണം, ഏറ്റവും നല്ല ഐഡിയാസ് വളരാനുള്ള കാരണം എന്താണ്? ആൾ പറഞ്ഞിട്ടുള്ളത് ക്രിട്ടിക്കൽ പവേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം അക്കോർഡിംഗ് ടു ഹിം. Criticism seeks to establish an order of ideas by replacing old, less true ones, and thus to make intellectual situation, which is conducive to the exercise of creative power. Thus, we can say function of criticism according to Arnold is to make possible that best poetry is produced. നല്ല പോയട്രി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിട്ടിക്കിന്റെ അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിന്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. റിയൽ ക്രിറ്റിസിസം അറൗസസ് ദ ക്യൂരിയോസിറ്റി ഇൻ us to know the best that is known and thought in the world. നല്ല ക്രിറ്റിസിസം, നല്ല ക്രിട്ടിക്കൽ വർക്കുകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, നല്ല ക്രിട്ടിക്കൽ അനാലിസിസ് വായിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇതും ഇയാളുടെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ്, മോറലിസ്റ്റിക് ക്രിറ്റിസം. ഓക്കെ, ആള് പറഞ്ഞത് ക്രിട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അല്ല, ഈസ് നോട്ട് എ പേഴ്സൺ ഹു എക്സാമിൻ ഓർ ഇവാലുവേറ്റ്സ് ജസ്റ്റ് വർക്ക് ഓഫ് ആർട്ട് ബിഫോർ ഹിം. ക്രിട്ടിക് ഹാസ് എ സോഷ്യൽ റോൾ ടു എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ പീപ്പിൾ. അതായത് വെറുതെ ഇങ്ങനെ ഒരു കാര്യം എക്സാമിൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനൊരു റിവ്യൂ കൊടുക്കുന്ന ആളല്ല ഒരു നല്ല ക്രിട്ടിക്ക്. ഒരു ക്രിട്ടിക്കിന് സോഷ്യൽ റോൾ ഉണ്ട്. ഓക്കെ, സോഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ത്? ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ റെസ്പോൺസിബിലിറ്റി ടു ഡിസ്കവർ ദ ഐഡിയാസ് ഓഫ് ഏജ് അറ്റ് ബെനിഫിറ്റ് ദ സൊസൈറ്റി. ഏതൊക്കെ ഐഡിയാസ് ആണ് സൊസൈറ്റിയെ ബെനിഫിറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് ബെനിഫിറ്റ് ചെയ്യാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും നല്ലൊരു ക്രിട്ടിക്കിന് ഡ്യൂട്ടി ഉണ്ട്. പോയട്രി ഇസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അർണോൾഡ് പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഷുഡ് ടീച്ച് പീപ്പിൾ ബിസൈഡ്സ് ഐഡിയാസ് ആൻഡ് ഗുഡ് ലൈഫ്. ഓക്കെ, ആളുകളെ എന്താണ് ബെസ്റ്റ് ഐഡിയൽസ്, അതുപോലെ തന്നെ നല്ല ലൈഫ്, ഗുഡ് ലൈഫ്, ബെസ്റ്റ് ഐഡിയൽസ്, ഇതും പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ പണ്ടത്തെ ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ പോയട്രി, പ്ലാറ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പോയറ്റ്സ് കള്ളന്മാരാണ്, അവര് സൊസൈറ്റീനെ വഴിതെറ്റി വിടുന്നു, ഇൻസ്ട്രക്ട് ചെയ്യാത്ത ഒരു കാര്യം പോയട്രി അല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അരിസ്റ്റോട്ടലിന്റെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then so states that poetry becomes truly great when it deals with subject matter having high truth and nobility. ഒരു പോയട്രി ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? അതിന്റെ സബ്ജക്ട് മാറ്റർ, അതിന്റെ തീമിൽ എപ്പോഴും നല്ല ഹൈ ട്രൂത്തും നൊബിലിറ്റി, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ എത്ര ഉയർന്നാലും ആ ഒരു നല്ല കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള കഴിവ് അതുണ്ടാവുമ്പോഴാണ്. ദെൻ ലാസ്റ്റ് ഇയാൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ്. ഗ്രാൻഡ് സ്റ്റൈൽ മാത്യു അർണോൾഡ് കോയിൻ ചെയ്തൊരു ടേം ആണ്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് ഹോമർ. ഹോമർ എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ ഒരു പ്രത്യേക സ്റ്റൈലിനെ വിളിക്കുന്നതാണ് ഗ്രാൻഡ് സ്റ്റൈൽ. ഓക്കെ, ഈസ് ഓൾസോ കോൾഡ് ഹൈ സ്റ്റൈൽ ഇൻ ആൻ ആട്രിബ്യൂട്ട് ഓഫ് റെട്രിക്. ഇൻ പോയട്രി ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എംപ്ലോയ്മെന്റ് ഓഫ് ഫോർമൽ ആൻഡ് ഹൈലി എംബലിഷ്ഡ് ലാംഗ്വേജ് അലോങ് വിത്ത് സ്റ്റൈലിഷ് ഡിവൈസസ്, സർട്ടൻ റൈമിംഗ് ഡിസൈൻസ്. അതായത് പോയട്രിയിൽ നമ്മൾ ഇങ്ങനെ ഹൈ ലാംഗ്വേജ്, ഹൈലി എംബലിഷ്ഡ് ലാംഗ്വേജ്, നമ്മൾ വായിച്ചാൽ ഇപ്പോൾ മനസ്സിലാവില്ല, ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, അങ്ങനെ ഉപയോഗിക്കുന്ന ലാംഗ്വേജും അതുപോലെ തന്നെ ചില മെറ്റഫർ, ചില സിമിലി, അങ്ങനത്തെ കുറച്ച് സ്റ്റൈലിസ്റ്റിക് ഡിവൈസ് ഉണ്ട്, റൈമിംഗ് ഡിസൈനുകളുണ്ട്. അങ്ങനെ ഹൈ സ്റ്റൈലിലുള്ള ഒരു പോയട്രീനെ ചെയ്യുന്ന പേരാണ്. ഹോമറിന്റെ പോയംസ് അങ്ങനെയായിരുന്നു. അപ്പൊ ഹോമറിന്റെ ടൈപ്പ് ഓഫ് പോയംസ്, ഇയാൾ അങ്ങനത്തെ പോയംസിനൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പോയംസ് കരുതണേ. നല്ല കടുകട്ടി വാക്കുകളില് പ്രത്യേക തരത്തില് താളം, റിതം, റൈമ്, ഫിഗർ ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ സ്റ്റൈലിസ്റ്റിക് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് എഴുതുന്ന പോയംസ്. സോ അങ്ങനത്തെ പോയംസിനെ ഇയാൾ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് സ്റ്റൈൽ. ഓക്കെ, അക്കോർഡിംഗ് ടു അർണോൾഡ് ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് അറ്റൈൻഡ് ബൈ ഹോമർ, വിർജിൽ, ഡാന്റേ ആൻഡ് അതേഴ്സ് ബൈ ആക്സെപ്റ്റ് യൂസ് ഓഫ് ദെയർ ഐദർ ഡാക്കലിക് ഹെക്സാമീറ്റർ ഓർ ബ്ലാങ്ക് വേഴ്സ്. ജസ്റ്റ് പറയാണ്, ഹോമർ, വിജിൽ, ഡാന്റേ ഇവരൊക്കെയാണ് ഈ ഹൈ സ്റ്റൈൽ, ഗ്രാൻഡ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അവരുടെ ഹെക്സാമീറ്റർ, ബ്ലാങ്ക് വേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളവർ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.